843 സ്ത്രീകളാണ് അവരുടെ തൊഴിൽ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഗർഭപാത്രം മുറിച്ചു മാറ്റിയത്. മഹാരാഷ്ട്രയിലെ കരിമ്പ് തൊഴിലാളികളുടെ ജില്ല എന്നറിയപ്പെടുന്ന ബീഡ് ജില്ലയിലാണ് ഈ സംഭവം. മഹാരാഷ്ട്രയിലെ ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. കരിമ്പിൻ പാടങ്ങളിൽ തൊഴിലെടുക്കുന്ന ഈ യുവതികൾ 1 ടൺ കരിമ്പ് മുറിക്കുമ്പോഴാണ് 250 രൂപ വേതനം ലഭിക്കുന്നത്. ഒരു ദിവസം അവധിയെടുത്താൽ 500 രൂപ പിഴയായി കോൺട്രാക്ടർമാർക്ക് നൽകേണ്ടി വരും. പകലന്തിയോളം പണിയെടുത്ത് ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസ ഒരു ദിവസം അവധിയെടുത്തതിൻ്റെ പേരിൽ 500 രൂപ പിഴയായി നൽകണമെന്ന് പറഞ്ഞാൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. ആർത്തവ സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവർക്ക് തൊഴിലിനിറങ്ങാൻ കഴിയില്ല. പകരം 500 രൂപ പിഴ കൊടുക്കേണ്ടി വരും. അവർക്കത് സഹിക്കാൻ കഴിയുന്നതുമല്ല. ഒടുവിൽ അവർ ഗർഭപാത്രം റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു. മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2024 843 സ്ത്രീകളാണ് ഗർഭപാത്രം റിമൂവ് ചെയ്തത്. കുറച്ചധികം ദിവസങ്ങളായി ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ നേർക്ക് നടക്കുന്ന ഇത്തരം വലിയ ക്രൂരമായ ചൂഷണങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ആരും തയ്യാറാവുന്നില്ല. കേരളത്തിൽ എത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ട്? എത്ര മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്? മതപ്രഭാഷകരുടെ മതപ്രഭാഷ ശകലങ്ങൾ അടർത്തി മാറ്റിയെടുത്ത് അത് ന്യൂസ് കാർഡായിട്ട് ഇറക്കി അന്തിച്ചർച്ചയും സൈബർ അറ്റാക്കിങ്ങും നടത്താൻ കാണിക്കുന്ന ആർജവത്തിൻ്റെ 100% മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിക്കുന്നുണ്ടോ? മുസ്ലിം സ്ത്രീകളുടെ വിമോചനത്തിനു വേണ്ടി പോരാട്ടം നടത്തുന്ന എത്ര മഹിളാ രത്നങ്ങൾ ഈ വാർത്തയറിഞ്ഞു? എത്ര പേർ പ്രതികരിച്ചു? തൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസി സമൂഹത്തോട് മതനിയമങ്ങൾ പറയുന്ന മതപണ്ഡിതരെ കൊത്തിവലിക്കാൻ, പല്ലും നഖവും ഉപയോഗിച്ച് കൊത്തിവലിക്കാൻ മീഡിയകൾ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ 100% ഇവിടെ കാണിച്ചിട്ടുണ്ടോ? കോർപ്പറേറ്റുകളുടെയും കോൺട്രാക്ടർമാരുടെയും അതിക്രൂരമായ ചൂഷണങ്ങൾക്കിരയായ ഈ സ്ത്രീകൾക്ക് വേണ്ടി, ഈ യുവതികൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദമുയർത്തി രംഗത്ത് വന്നിട്ടുണ്ടോ? സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ പുരുഷ സമത്വവും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ക്ലാസ് എടുക്കുകയും ട്രോൾ ഇറക്കുകയും പോസ്റ്റുകൾ ചെയ്യുകയും ചെയ്യുന്ന എത്ര സ്ത്രീ പോരാളികളെ നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചതായി കണ്ടിട്ടുണ്ട്? നിങ്ങൾക്ക് ആരെയും കാണാൻ കഴിയില്ല. കാരണം ഇവിടെ കൊത്തിവലിച്ചു കീറാൻ ചിത്രത്തിൽ ഒരു മതപ്രഭാഷകനില്ല. വലിയൊരു വിഭാഗം സ്ത്രീ സമൂഹത്തെ ചൂഷണം ചെയ്ത് പള്ള വീർപ്പിക്കുന്നത് കോർപ്പറേറ്റും കോൺട്രാക്ടർമാരുമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല. മതപ്രഭാഷകരായിരുന്നെങ്കിൽ ഞങ്ങളൊരു കൈ നോക്കിയേനെ.